ഹലോ. അപ്പോൾ ഞങ്ങളൊരു സ്ഥലം വരെ പോവുകയാണ്. നമ്മളൊരു കുടുംബ കമ്മിറ്റി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടാവാറുണ്ട് എല്ലാ 2 മാസം കൂടുമ്പോൾ. അപ്പോൾ അത് എൻ്റെ ഒരു ഏട്ടൻ്റെ വീട്ടിലാണ്, പ്രാവശ്യം കുറ്റിക്കാട്ടൂരാണ്. അപ്പം അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നെയ്മോളെ ഹായ് പറ. നെയ്മക്ക് ഉറപ്പൊക്കെ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. മീൻകുട്ടി അതിരിക്കുട്ടൻ്റെ ഒക്കെ ബാക്കിലുണ്ട്. അപ്പോൾ 11 മണിയൊക്കെ ആകുമ്പോഴാണ് സാധാരണ മീറ്റിംഗ് തുടങ്ങാറ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് കുറച്ച് ലേറ്റായി പോയി ഇറങ്ങാനൊക്കെ. അപ്പോൾ ഞങ്ങളവിടെ എത്തിയിട്ട് ബാക്കിക്കാണ്. അങ്ങനെ ഞങ്ങൾ ഏട്ടൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ട് നിൽക്കുകയാണ്. കുറ്റിക്കാട്ടൂരാണ് ഏട്ടൻ്റെ വീട്. അപ്പോൾ അത് ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾക്കൊരു ഷോർട്ട് കട്ട് ഉണ്ട്, ആ വഴിക്ക് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവിടെ എത്തും. അപ്പോൾ നെയ്മോളും അതിരിക്കുട്ടനൊക്കെ ഇന്ന് നേരത്തെ റെഡിയായി നിൽക്കുന്നുണ്ട്. ഇന്നിങ്ങനെ പോകാനുള്ളതാണല്ലോ. അപ്പോൾ അവർക്ക് പൊതുവേ ഇങ്ങനെ പോകുന്നതൊക്കെ ഇഷ്ടമായതുകൊണ്ട് തന്നെ അവരൊക്കെ റെഡിയായി നേരത്തെ നിൽക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും എത്തണമല്ലോ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ. അപ്പോൾ കുറച്ച് നേരം എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് മീറ്റിംഗ് വേഗം തുടങ്ങിയിട്ടുണ്ട്. പിന്നെ മീറ്റിംഗ് തുടങ്ങിക്കഴിഞ്ഞാലും കുറച്ച് ടൈം എടുക്കും, ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ളതാണല്ലോ. അപ്പോൾ 2 മാസം കൂടുമ്പോഴാണ് നമ്മൾ ഈ മീറ്റിംഗ് വെക്കാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ വീടുകളിലായിട്ട് മാറിയിട്ടാണ് മീറ്റിംഗ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഇങ്ങനൊരു മീറ്റിംഗ് ഒക്കെ വെക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് മക്കൾക്കായാലും എല്ലാവരും തമ്മിലൊരു കണക്ഷനൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ കുട്ടികൾക്കൊന്നും പരസ്പരം ഒരു അറിവും ഉണ്ടാവില്ല. ആരാണ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ശരിക്ക് നല്ലൊരു കാര്യമാണ് ഇത്തരത്തിൽ മീറ്റിങ്ങുകളൊക്കെ വെക്കുന്നത്. ഒരു കുടുംബസംഗമവും ഒക്കെ വെക്കുന്നത് നല്ല കാര്യമാണ്. അങ്ങനെ മീറ്റിംഗ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ടാണ് അവിടെ നിന്ന് മടങ്ങിയത്. അതിനിടയ്ക്ക് അതിരിക്കുട്ടനും കുട്ടിക്കൊക്കെ ഞാൻ ഫുഡ് കൊടുത്തോണ്ട് തന്നെ അവർക്ക് വലിയൊരു കുഴപ്പമില്ലായിരുന്നു ഒന്ന്. പിന്നെ ഫുഡ് കഴിച്ചാൽ അവർ കുറച്ച് ഉറങ്ങുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഇന്ന് വലിയ പ്രശ്നമില്ലാതെ നിന്നിട്ടുണ്ട്, നല്ല സ്വഭാവത്തിൽ തന്നെ നിന്നിട്ടുണ്ട്. അങ്ങനെയാകുമ്പോഴും നമ്മൾ കുറച്ച് ഫ്രീ ആവുമല്ലോ. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു കുറിയൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നറുക്കെടുപ്പ് അതിരിക്കുട്ടനാണ് നറുക്കെടുക്കുന്നത്. അപ്പോൾ അതാണ് ഇത് കാണുന്നത്. അതിരിക്കുട്ടൻ കുറേ ടോക്കണൊക്കെ എടുത്ത് പുറത്തേക്ക് എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് വീണ്ടും എടുപ്പിച്ചിട്ട് ഒരു ടോക്കൺ എടുക്കുക ചെയ്തത്. അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് അവിടുന്ന് പിരിയുന്നത്. അപ്പോൾ എല്ലാവരും കൂടി കഴിഞ്ഞാലും നല്ല സന്തോഷമാണല്ലോ, അങ്ങനെ എല്ലാവരും കാണാനും പറ്റും. അങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അവിടുന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി. അപ്പോഴേക്ക് നെയ്മോള് ഉറങ്ങിയിട്ടുണ്ട്, അതിരിക്കുട്ടനും ഉറങ്ങിയായിരുന്നു. അപ്പോഴേക്ക് എണീറ്റ് ഞങ്ങൾ പോരും. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി, പരിപാടിയൊക്കെ കഴിഞ്ഞു, ഭക്ഷണമൊക്കെ കഴിച്ചു. ഇപ്പം വീട്ടിലേക്ക് പോവാണ്. മക്കളൊക്കെ ഉറങ്ങായിരുന്നു, ഒത്തിരി ഇപ്പോൾ എണീറ്റിട്ടുണ്ട്. ഇപ്പോൾ വീട്ടിൽ പോയിട്ട് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ഒന്ന് ടൗണിലേക്കൊക്കെ ഒന്ന് പോകണം, കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്.